പ്രശ്നവുമായിട്ട് നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഈ ഓരോ ദിവസവും വരുന്ന എല്ലാ വാർത്തകളാണ്. ഈ എല്ലാ വാർത്തകളും നമ്മൾ അതേ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷേ പത്രങ്ങളെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു ദിവസം സംഭവിക്കുന്ന എല്ലാ വാർത്തകളിൽ നിന്നും ഒരു മെയിൻ വാർത്ത കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് പത്രങ്ങളിലൊക്കെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ, ഓരോ പത്രങ്ങളും ഏതൊക്കെ രീതിയിലാണ് വാർത്തകളെ എത്തിച്ചിരിക്കുന്നത്? സേതു പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇന്ന് എല്ലാ പത്രങ്ങളും പല വാർത്തകളാണ് ഒന്നാം പേജിൽ മെയിൻ വാർത്തയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും രാവിലെ നന്നായി ബുദ്ധിമുട്ടി ഇതിൽ ഏതെടുക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു സ്വാഭാവികമായി എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിലൊരു പ്രഖ്യാപനം രാജ്യത്തെ യുവതിയുവാക്കളെ വല്ലാതെ ആകർഷിച്ചിരുന്നു. സ്വകാര്യ മേഖലയിൽ ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ 15,000 രൂപ വരെ നൽകുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്നതാണോ എന്ന് അന്ന് ആലോചിച്ചിരുന്നു. ശരിക്കും ആ ബജറ്റ് പ്രഖ്യാപനം നമ്മൾ ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനും ഒന്ന് ആലോചിച്ചിരുന്നു, അയ്യോ നമ്മൾ ജോലി ചെയ്യുന്ന കാലത്ത് ഈ പൈസ കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമുള്ള കാര്യമായിരുന്നല്ലോ എന്നും. ഇന്നലെ കേന്ദ്ര മന്ത്രിസഭാ യോഗം തൊഴിൽ ബന്ധിത ആനുകൂല്യ പദ്ധതി അതിന് അനുമതി നൽകിയെന്ന വാർത്ത അത് മനോരമയും ജന്മഭൂമിയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. കേരള കൗമുദി 12ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ വാർത്തയാണ്, ഒരുപാട് ആളുകളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമായി ഈ സ്വകാര്യ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് ജോലിയിൽ കയറിയാൽ ജോലി സ്ഥിരതയുണ്ടോ, ശമ്പളം എത്ര കിട്ടുമെന്നൊക്കെ ആശങ്കയുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൊരു വാർത്തയാണ്. അതിലേക്ക് തന്നെ ആദ്യം പോകാം. മനോരമ ഒന്നാം പേജിൽ പറയുന്നത് എങ്ങനെയാണ്? ആദ്യ ജോലിക്ക് അധിക സമ്മാനം, അത് 15,000 രൂപ വരെ സർക്കാർ തരും എന്നുള്ളതാണ്. ആദ്യ ജോലിക്ക് ഒരു അധിക സമ്മാനം എന്നുള്ളത് ഒരു മധുരത്തിനപ്പുറത്തേക്ക് അതിമധുരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2 ഗഡുക്കളായിട്ട് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അത് വരിക. തൊഴിൽദാതാവിനും ആനുകൂല്യമുണ്ട്. ഏതാണ്ട് 99,446 കോടി രൂപയുടെ പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിൽ ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ 15,000 രൂപ വരെ നൽകുന്ന പദ്ധതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ELI എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 1,00,000 രൂപ വരെ ശമ്പളമുള്ള ജീവനക്കാരുടെ റിക്രൂട്ട്മെൻറ്റ് ആനുകൂല്യത്തിനാണ് തൊഴിൽ ഉടമകളെ പരിഗണിക്കുക. 50 ജീവനക്കാരിൽ താഴെയുള്ള സ്ഥാപനങ്ങൾ കുറഞ്ഞ 2 പേരെയും അതിന് മുകളിലുള്ളവർ 5 പേരെയും അധികമായി എടുക്കണം. അങ്ങനെ വളരെ വിശദമായി പോകുന്നു. എന്തായാലും ആദ്യ ജോലിക്ക് അധിക സമ്മാനം സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല എപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ള കാര്യമാണ്, ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതൊക്കെ നടക്കാറുണ്ടോ, അല്ലെങ്കിൽ അതെവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക്, എങ്ങനെയാണ് അനുഭവത്തിലേക്ക് അത് വരിക എന്ന് ആലോചിക്കാറുണ്ട്. ഒരുപക്ഷെ ഇതൊരു വലിയ ഉദാഹരണമായിട്ട് കാണേണ്ടി വരും. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന നിലയിൽ ജന്മഭൂമി അത് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ 2 ലക്ഷം കോടിയുടെ കേന്ദ്ര പദ്ധതി എന്നാണ്. ഒരുപക്ഷെ ഇതായിരുന്നു അതിൻ്റെ പോയിന്റ് എന്ന് ജന്മഭൂമിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ജന്മഭൂമി അത് ഒന്നാം പേജിൽ തന്നെ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. കേരള കൗമുദി അതിൻ്റെ മറ്റൊരു വശത്തിലേക്കാണ് പോകുന്നത്. ഈ ആദ്യ ജോലിക്ക് അധിക സമ്മാനം എന്നതിനപ്പുറത്തേക്ക് പുതിയ നിയമനത്തിന് EPF കേന്ദ്രം നൽകും. അതായത് ഈ 2025 മുതൽ 2027 വരെ നടത്തുന്ന നിയമനങ്ങൾക്കെല്ലാം EPF ആനുകൂല്യം കേന്ദ്ര സർക്കാരായിരിക്കും നൽകുക. സാധാരണഗതിയിൽ ചിലപ്പോൾ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കാറുണ്ട്, തൊഴിൽ ഉടമകളുടെ കയ്യിൽ നിന്ന് പിടിക്കാറുണ്ട് ആ പൈസ. ഇനി അത് കേന്ദ്ര സർക്കാർ നൽകും എന്നുള്ളതും വലിയ ആനുകൂല്യമാണ്. ജീവനക്കാരെ സംബന്ധിച്ചും തൊഴിൽ ഉടമകളെ സംബന്ധിച്ചും വലിയൊരു ആനുകൂല്യം, നേട്ടമായിട്ട് വേണം കാണാൻ. അതുകൂടി ചേർക്കുമ്പോൾ ഈ നിയമം ഒരുപക്ഷെ വലിയ രൂപത്തിൽ നമ്മളുടെ യുവതി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ്, പ്രഖ്യാപനമായിട്ടാണ് വരാൻ പോകുന്നത്. ഈ 3 പത്രങ്ങളാണ് ഈ വാർത്ത മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് വേണം കാണാൻ. വേഗം മറ്റ് വാർത്തകളിലേക്ക് ഞാൻ പോകുന്നു. ഈ റൗഡി ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നൊരു സംഗതിയാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റൗഡി ലിസ്റ്റ് കുറച്ച് ആളുകളുടെ ഫോട്ടോ എല്ലാം വെച്ച് ഇവരൊക്കെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട റൗഡികളാണ്, ഇവരെയൊക്കെ കണ്ടുകിട്ടാനുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കാണിക്കാറുണ്ട്. പക്ഷേ ഇനി ഈ റൗഡി ലിസ്റ്റ് പൊതുജനത്തെ കാണിക്കരുത് എന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. ഒരു പക്ഷേ വലിയ ദൂരവ്യാപക പ്രത്യാഘാതം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വിധിയായിട്ട് വേണം അതിനെ കാണാൻ, നിർദ്ദേശമായിട്ട് വേണം കാണാൻ. സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം കാണുന്ന വിധത്തിലെ ഈ റൗഡി ലിസ്റ്റ് പ്രദർശിപ്പിക്കാവൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. റൗഡി ലിസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾ കാണുന്ന തരത്തിൽ പ്രദർശിപ്പിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. സ്വകാര്യത ഉറപ്പാക്കി വേണം ചെയ്യാൻ. ഇത് റൗഡി ലിസ്റ്റിൽ സ്വകാര്യത എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിന് കാരണം ഒരു ചെറുപ്പക്കാരൻ, നിക്സൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അത് മാതൃഭൂമി പറഞ്ഞിട്ടുണ്ട്. മനോരമ നേരത്തെ നമ്മൾ കണ്ടതുപോലെ റൗഡി ലിസ്റ്റ് പൊതുജനത്തെ കാണിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. മാതൃഭൂമി ഇങ്ങനെയാണ് പറയുന്നത്, നിക്സൺ ഇനി റൗഡിയല്ല. അതിന് കാരണം 8 വർഷമായിട്ടൊരു കേസിൽ പോലും പെടാത്ത യുവാവിനെ പോലീസ് വിസമ്മതിച്ചിട്ടും പോലീസിന് അയാളെ റൗഡി ലിസ്റ്റ് തന്നെ ഉൾപ്പെടുത്തണം. അതാണ് പോലീസിൻ്റെ ആഗ്രഹവും ആവശ്യവും. കോടതി പറഞ്ഞത് പറ്റില്ല.
അവനെ അദ്ദേഹത്തെ റൗഡി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് കോടതി പറഞ്ഞത്. എന്തായാലും നിക്സൺ അക്കാര്യത്തിൽ കൊച്ചി സ്വദേശിയാണ് നിക്സൺ ഇനി റൗഡിയല്ല. അദ്ദേഹത്തിന് നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേസിൽ നിന്ന് പെടാതെ റൗഡി ലിസ്റ്റിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ ഫോട്ടോയൊക്കെ വരുമ്പോൾ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബന്ധുക്കൾ നാട്ടുകാരുടെ ഇടയിലൊക്കെ പ്രശ്നങ്ങൾ. ഒരു കൗതുക വാർത്തയ്ക്ക് അപ്പുറം വലിയ രാഷ്ട്രീയമാനമുള്ള പൊതുമാനമുള്ള ഒരു വാർത്തയായിട്ടാണ് അതിനെ കാണാൻ. റൗഡി ലിസ്റ്റ് പ്രദർശിപ്പിക്കേണ്ട എന്നാണ് പറയുന്നത്. റൗഡി ലിസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പൊതുജനം കാണുന്ന വിധം പ്രദർശിപ്പിക്കുന്നത് തെറ്റാണെന്ന് ഹൈക്കോടതി പറയുന്നു. എന്തായാലും കോടതി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് വായിക്കാം. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന റിപ്പർ ജയചന്ദ്രൻ പോലും തിരുത്തലിൻ്റെ പാതയിലാണ്. രാമായണം രചിച്ച വാൽമീകി പോലും ഒരിക്കൽ കുറ്റകൃത്യം ചെയ്തെന്നാണ് ഐതിഹ്യം. ആരും ക്രിമിനലുകളായി ജനിക്കുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എന്തായാലും നിക്സൺ മാത്രമല്ല, അതിലേക്ക് റിപ്പർ ജയചന്ദ്രനും വാൽമീകി വരെ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായിട്ട് വേണം കാണാൻ, വലിയ സന്തോഷമുള്ള കാര്യമായിട്ട് വേണം കാണാൻ. മറ്റൊരു വാർത്തയിലേക്കാണ് വേഗം പോകുന്നത്. ഇതിൽ മനോരമയോടും മാതൃഭൂമിയോടും എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. ഇതൊരു വലിയ വാർത്തയായിട്ട് പോലും ഒന്നാം പേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്ന രൂപത്തിൽ ജനം കാണുന്ന രൂപത്തിൽ നിങ്ങൾ ഈ വാർത്ത നൽകാൻ തയ്യാറായില്ല എന്ന കാര്യത്തിൽ ഒരു വിമർശനം കൂടിയുണ്ട്. മാധ്യമം ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്, കേരളകൗമുദി ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്, മറ്റു ചില പത്രങ്ങൾ കൂടി ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ഇതാണ് സുപ്രീം കോടതിയിൽ ജീവനക്കാരുടെ നിയമനത്തിന് സംവരണം വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് വല്ലാതെ നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ തന്നെയാണ് സുപ്രീം കോടതിയിലാണ് സംവരണം. ഈ കാലം വരെ സുപ്രീം കോടതിയിൽ സംവരണം ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. 75 വർഷത്തെ സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തുന്നത്. ആ വാർത്തയുടെ പ്രാധാന്യം അതാണ്. 75 വർഷത്തെ ചരിത്രത്തിൽ സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തുന്നത്. സംവരണ നയം പ്രഖ്യാപിച്ചത് പട്ടികജാതി പട്ടികവർഗ ജീവനക്കാരുടെ നേരിട്ടുള്ള നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും. പ്രൊമോഷനുകളിൽ പട്ടികജാതി ജീവനക്കാർക്ക് 15% കോട്ടയും പട്ടികവർഗ ജീവനക്കാർക്ക് 7.5% കോട്ടയും സംവരണമായി ലഭിക്കും. സുപ്രധാനമായ നിർദ്ദേശവും തീരുമാനവുമാണ്. എന്തായാലും വലിയ തീരുമാനം. അതിന് സുപ്രീം കോടതിക്ക് അഭിനന്ദനം, സല്യൂട്ട് എന്ന് വേണം പറയാൻ. കാരണം സുപ്രീം കോടതി ഇക്കാലം വരെ എന്തിനായിരുന്നു ഇത് മാറ്റിവെച്ചതെന്ന് അറിയില്ല. എന്നാൽ പോലും സംവരണം നടപ്പാക്കേണ്ടത് റിക്രൂട്ട്മെൻറ്റ് രജിസ്ട്രാർ എന്ന് കേരളകൗമുദിയും പറയുന്നുണ്ട്. വലിയ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിട്ട് വേണം കാണാൻ. എന്തായാലും ദളിത് പശ്ചാത്തലമുള്ള ചീഫ് ജസ്റ്റിസ് BR ഗവായ് കേന്ദ്ര സംവരണ ചട്ടം മാനദണ്ഡമാക്കിയാണ് നടപടി സ്വീകരിച്ചത്. അതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. ദളിത് പശ്ചാത്തലമുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. അതുകൊണ്ടാണ് BR ഗവായ് ദളിത് പശ്ചാത്തലമുള്ളത് കൊണ്ടാണെന്ന് കേരളകൗമുദി ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇക്കാലം വരെ 75 വർഷമായി സുപ്രീം കോടതിയിൽ നമ്മളുടെ ഏറ്റവും പരമോന്നത നീതിപീഠത്തിൽ ഇതുവരെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സംവരണം ഇല്ലാതിരുന്നു എന്ന കാര്യം പോലും പല ആളുകളും ഇന്നായിരിക്കും അറിയുന്നത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അതൊരു വലിയ വാർത്തയായതുകൊണ്ട്. പക്ഷേ എൻ്റെ വിയോജിപ്പ് മനോരമയിലും മാതൃഭൂമിയിലും ആ വാർത്ത ആ ഒരു അർത്ഥത്തിൽ പ്രാധാന്യത്തോടെ നൽകിയില്ല. നിങ്ങളിനി എവിടെ തിരഞ്ഞാലും കിട്ടില്ല എന്നുള്ള തന്നെയാണ് എനിക്ക് പറയാൻ കഴിയും. ഉൾപേജിലെങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ് സ്റ്റോപ്പിലേക്ക് അറിയിക്കുക എന്നതുകൂടി പറയാനുണ്ട്. മറ്റൊന്നും നമ്മുടെ ഡോക്ടറാണ്, ഡോക്ടർ ഹാരിസ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഒന്നാകെ മാറ്റി എഴുതുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ, ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പത്രങ്ങളെല്ലാം നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിലെ ഏറ്റവും വലിയ വാർത്ത നന്ദി സർക്കാർ ഡോക്ടർ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സർക്കാർ ഡോക്ടറാണ്, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഡോക്ടർ ഹാരിസിൻ്റെ സർജറി സക്സസ്, ശസ്ത്രക്രിയാ ഉപകരണം പറന്നെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു പോയതാണ് ഈ വാർത്ത. ഈ വാർത്തയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഒരു വാർത്ത ഉണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റ്, ഒരു സർക്കാർ ഡോക്ടർ ഉണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റ്, ഒരു സാധാരണക്കാരായ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നത്. മന്ത്രിയോട് അദ്ദേഹം പറയുന്നു, ആരോഗ്യ മേഖലയോട് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഇടപെടൽ ഇപ്പോൾ വലിയ രൂപത്തിൽ അതിന് റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് വേണം കാണാൻ. പക്ഷേ മാതൃഭൂമി ആ വാർത്തയെ മറ്റൊരു രൂപത്തിലാണ് കാണുന്നത്. ഡോക്ടറുടെ ഇടപെടൽ ഫലം കാണുന്നു എന്നുള്ളത് നന്നായി വരട്ടെ. എല്ലാം തുറന്നു പറയേണ്ട, ഡോക്ടർ ഹാരിസിനെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. പഴി തുടങ്ങി എന്നാണ് ആ ഹെഡിങ്. പഴി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഹാരിസിനോടുള്ള പഴിയാണ്. ഹാരിസ് ഇടപെട്ടത് ശരിയായില്ല, അദ്ദേഹം പറയേണ്ടത് വേറൊരു വേദിയിലായിരുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്നായിട്ടാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിങ്ങിൻ്റെ രീതിയിൽ കാണുന്നത്, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജൂൺ 28, ജൂൺ 29, ഇന്നലെ ജൂലൈ 1-ാം തീയതി എല്ലാം ഇന്നലെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹം സത്യസന്ധനാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ആദ്യം ഈ വിഷയം വരുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് അന്വേഷിക്കുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഡോക്ടർ ഹാരിസിനൊപ്പമാണ് ആരോഗ്യമന്ത്രി. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയല്ല. എന്തിനാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വാർത്തയിലെ വ്യക്തി തെറ്റായ ആളാണെന്ന് ആരും പറയുന്നില്ല. അർപ്പണ ബോധത്തോടെ ജോലി ചെയ്യുന്ന അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അത്തരം ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നത് കാരണമായി. അങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്
ആരോഗ്യ മേഖല തെറ്റായി ചിത്രീകരിക്കുന്നു. സുപ്രഭാതവും മാതൃഭൂമിയും ഒക്കെ പറയുന്നുണ്ട്. മനോരമ ആ വാർത്ത ഉൾപേജിലാണ്. എന്നാൽ പോലും ഇത് തന്നെയാണ് കാര്യങ്ങൾ. ഹാരിസിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി എന്നാണ് മനോരമ പറയുന്നത്. ഒടുവിൽ ഉപകരണങ്ങൾ എത്തിയെന്നും പറയുന്നുണ്ട്. കേരള കൗമുദി നന്ദി ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഡോക്ടർ ഹാരിസ് ഇമ്പാക്റ്റ് എന്നാണ് മാധ്യമം ഒന്നാം പേജിൽ പറയുന്നുണ്ട്. 3-ാം ദിനം ഉപകരണങ്ങൾ പറന്നെത്തി എന്നും മാധ്യമം പറയുന്നുണ്ട്. എല്ലാ പത്രങ്ങളും വളരെ വിശദമായി തന്നെ അക്കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഇനി ചെറിയ 1-2 കാര്യങ്ങളിലേക്ക്. ഈ നമുക്കറിയാം ചെയർമാനും ചെയർപേഴ്സണും, ആരാണ് ചെയർമാൻ ചെയർപേഴ്സൺ എന്നുള്ളത്, എല്ലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ളത് നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞു പോകുന്നതാണ്. അത് സ്ത്രീലിംഗവും പുല്ലിംഗവും നിലനിൽക്കുന്നതുകൊണ്ടാണ് ചെയർമാനും ചെയർപേഴ്സൺ എന്നുള്ളത്. ഇനി മുതൽ നമ്മളുടെ സംവിധാനത്തിൽ ചെയർപേഴ്സൺ മാത്രമേ ഉണ്ടാകുള്ളൂ, ചെയർമാൻ ഉണ്ടാകില്ല. അതിന് കാരണം അത് മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾക്കൊക്കെ ആ വാർത്ത നഷ്ടമാണ്, മിസ്സാണ്. ചെയർമാൻ പ്രയോഗം നിർത്തുന്നു. സർക്കാർ പദവികളിൽ ഇനി ചെയർമാന് കസേരയില്ല, എല്ലായിടത്തും ചെയർപേഴ്സൺ കസേരയിട്ടിരിക്കും. ഭരണരംഗത്ത് ജെൻഡർ നിഷ്പക്ഷപദങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചെയർമാൻ എന്ന വാക്കിന് പകരം ചെയർപേഴ്സൺ എന്ന് ഉപയോഗിക്കാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകിയത്. എന്തായാലും നല്ല കാര്യം. ഏതായാലും അത് ഏകീകരിച്ച് ഒരു വാക്കാക്കിയത് നല്ലത്. മറ്റേ ചെയർമാനാണോ ചെയർപേഴ്സൺ ആണോ എന്ന കാര്യത്തിൽ വാർത്ത എഴുതി നമുക്ക് പോലും ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഇനി ചെയർപേഴ്സൺ മതിയാകും എന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു, തീരുമാനിക്കുന്നു. ഇനിയുള്ളത് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു വാർത്ത. മോഹൻലാലിൻ്റെ ആരാധകർക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിലേക്ക് വരുന്നു. മകൻ സിനിമയിലുണ്ട്. മകൾ സിനിമയിലേക്ക് എന്നാണ് വരുന്നത് എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പവും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. മകൾ തായ്ലാൻഡിൽ പോയി ആധുനികമായിട്ടുള്ള കായിക വിനോദവും കായിക അഭ്യാസവും ഒക്കെ പഠിച്ചു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും സിനിമയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനോരമ 9-ാം പേജിൽ മായക്കുട്ടിക്ക് ആശംസകളോടെ അച്ഛൻ. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമയിലേക്ക്. മലയാള സിനിമയെ വിസ്മയിപ്പിച്ച പ്രഖ്യാപനം. വിസ്മയിപ്പിച്ച നടൻ്റെ മകൾ വിസ്മയ തന്നെ വിസ്മയമായി സിനിമയിലേക്ക് വരുന്നു. അതും തുടക്കം എന്ന പേരാണ്. വലിയ കൗതുകമുണ്ട് അക്കാര്യങ്ങൾക്ക്. വിസ്മയ തുടക്കം എന്നുള്ളതെല്ലാം. എന്തായാലും മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സ്ക്രീനിൽ ഇറങ്ങിയിരുന്നു. ജൂഡ് ആൻ്റണി തിരക്കഥയിൽ സംവിധാനം ചെയ്ത തുടക്കം എന്ന സിനിമയിലാണ്. എല്ലാ പത്രങ്ങളും അർഹിച്ച പ്രാധാന്യത്തോട് തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഞാൻ അതിൻ്റെ വിശദമായ ഘട്ടങ്ങളിലേക്ക് പോകുന്ന കേരള കൗമുദി ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇല്ല, 1-ാം പേജിൽ നൽകിയിട്ടില്ല. 1-ാം പേജിൽ നൽകിയ പത്രങ്ങൾ ഉണ്ട്, എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നില്ല. എന്നാൽ പോലും എല്ലാ പത്രങ്ങളും നന്നായി തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. പുതിയ തുടക്കത്തിന് വിസ്മയ എന്ന് മാതൃഭൂമിയൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു വാർത്ത, മോഹൻലാൽ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ GST നൽകുന്ന ആൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇന്നലെ സർക്കാർ ഒരു പുരസ്കാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രണ്ടർത്ഥത്തിൽ മോഹൻലാൽ മലയാളിക്ക് വലിയ, എല്ലാ അർത്ഥത്തിലും മോഹൻലാൽ മലയാളിക്ക് ഒരു വിസ്മയം തന്നെയാണ്. എന്തായാലും അദ്ദേഹം വിസ്മയമായി മാറുമ്പോൾ GSTയിലും അദ്ദേഹം വിസ്മയമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയ തുടക്കവുമായി സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത്. മറ്റൊന്ന് മലയാളിക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി. ഒരു മലയാളി ആദ്യമായി, മലയാളി എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല, മലയാളി വേരുകളുള്ള ഒരാൾ ബഹിരാകാശത്തേക്ക് പോകുന്നു. പൂർണ്ണമായ വേരുകളില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മലയാളിയാണ്. മലബാറിൽ നിന്നുള്ള ശങ്കരൻ മേനോനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ യുക്രൈനിൽ നിന്നുള്ള ലിസ സാമോലയാണ്. അദ്ദേഹം അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശുഭാംശമൊക്കെ പോകുമ്പോൾ നമ്മൾ കൗതുകമുണ്ടായിരുന്നു. എന്തായാലും ഒരു മലയാളി കൂടി പോകുമ്പോൾ കൂടുതൽ സന്തോഷം എന്ന് വേണം പറയാൻ. കേരളത്തിൽ വേരുള്ളയാൾ ആദ്യമായി ബഹിരാകാശത്തേക്ക്. US വ്യോമസേനയുടെ ലഫ്റ്റനൻറ്റ് കേണലും സ്പേസ് എക്സ് കമ്പനിയുടെ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ അനിൽ മേനോനാണ് അടുത്ത വർഷം ബഹിരാകാശ നിലയത്തിലേക്ക് പോവുക. അപ്പോൾ എല്ലാ പത്രങ്ങളും അത് 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതും ഒരു കൗതുക വാർത്തയായിട്ട് പറയേണ്ടി വരും. കാരണം മോഹൻലാൽ വിസ്മയമായി മാറുമ്പോൾ അനിൽ മേനോൻ മറ്റൊരു വിസ്മയമായി മാറട്ടെ എന്നാണ് പറയാൻ കഴിയുന്നത്. ഇനി ഒരു വിമർശനം കൂടിയാണ്, കേന്ദ്ര സർക്കാരിനോടാണ്. നമ്മുടെ ഓണക്കാലം വരാൻ പോവുകയാണ്. ഓണക്കാലത്ത് സ്വാഭാവികമായും കേരളം ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കും. ഇപ്പോൾ വെളിച്ചെണ്ണ, അരി, പച്ചക്കറി, അങ്ങനെ പല തലത്തിൽ വില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യ മന്ത്രി GR അനിൽ അദ്ദേഹം ഡൽഹിയിൽ പോയി ഇന്നലെ കേരളത്തിന് കൂടുതൽ അരി തരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷേ അരി തരില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. അത് ദേശാഭിമാനിയും ജനയുഗവും. സ്വാഭാവികമായും 2 പത്രങ്ങൾ 1-ാം പേജിൽ ആ വാർത്ത, അവരുടെ 1-ാം പേജ് വാർത്ത അതുതന്നെയാണ്. കേരളത്തിൻ്റെ ആവശ്യം തള്ളി കേന്ദ്രം. ഓണത്തിന് അരി തരില്ല, ഗോതമ്പ് വിഹിതം പുനഃസ്ഥാപിക്കില്ലെന്നും കേന്ദ്രം. കൂടുതൽ വിഹിതമില്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ സൗജന്യങ്ങൾക്കപ്പുറം ഇക്കുറിയുമെന്ന് GR അനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജനയുഗം പറയുന്നു. ഓണത്തിനും കേന്ദ്ര അവഗണന, അരിയും വെട്ടി എന്ന് ദേശാഭിമാനിയും പറയുന്നുണ്ട്. എന്തായാലും ഓണത്തിന് കൂടുതൽ അരി കിട്ടുമെന്ന് പ്രതീക്ഷയായിരുന്നു, അരിയില്ല. കേന്ദ്രം കനിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നം അവസാനിപ്പിക്കുന്നു. സേതു.